ഉമാ തോമസ് എംഎൽഎക്ക് ഗുരുതരമായി പരിക്കേറ്റ കലൂർ സ്റ്റേഡിയത്തിലെ അപകടവുമായി ബന്ധപ്പെട്ട് കൊച്ചി കോർപ്പറേഷന്റെ വീഴ്ചയ്ക്ക് കൂടുതൽ തെളിവുകൾ. സാംസ്കാരിക പരിപാടിയായതിനാൽ PPR ലൈസൻസ് ആവശ്യമില്ലെന്ന് കോർപ്പറേഷൻ തീരുമാനിച്ചത് അപകടത്തിന് ശേഷമാണ്. 30-ന് വൈകിട്ട് തയ്യാറാക്കിയ ഫയലിലെ കുറിപ്പുകൾ പുറത്തുവന്നു. പണം ഈടാക്കിക്കൊണ്ട് ടിക്കറ്റ് വെച്ച് നടത്തുന്ന പരിപാടികൾക്ക് കൊച്ചി കോർപ്പറേഷൻ നൽകുന്നതാണ് PPR ലൈസൻസ്. എന്നാൽ ഇവിടെ PPR ലൈസൻസ് ഫീസ് ഈടാക്കേണ്ടെന്നായിരുന്നു തീരുമാനം. സംഘാടകർക്ക് അനുകൂലമാകുന്ന ഈ തീരുമാനം കൈക്കൊണ്ടതായി ഫയലുകളിലെ കുറിപ്പുകളിലുള്ളത് അപകടത്തിന് തൊട്ടടുത്ത ദിവസമാണ്. ഡിസംബർ 29-നാണ് മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാതെയും ഉയരത്തിലുള്ളതും കൈവരി പോലും ഇല്ലാതെയുമുള്ള വേദിയിൽ നിന്ന് വീണ് ഉമാ തോമസിന് ഗുരുതരമായി പരിക്കേറ്റത്. ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ടുള്ള മെഗാ ഭരതനാട്യം പരിപാടി സാംസ്കാരിക പരിപാടിയായതിനാൽ ലൈസൻസ് വേണ്ടെന്ന് ഹെൽത്ത് സൂപ്പർവൈസർ ശുപാർശ ചെയ്തത് അപകടത്തിന് തൊട്ടടുത്ത ദിവസം വൈകിട്ടാണ്. 10 മിനിറ്റിനുള്ളിൽ ഹെൽത്ത് ഓഫീസർ ഇത് അംഗീകരിക്കുകയും ചെയ്തു. 29-നുള്ള പരിപാടിക്ക് 28-ന് ഉച്ചയ്ക്കാണ് സംഘാടകർ അപേക്ഷ നൽകിയത്. ഈ അപേക്ഷ പരിശോധിച്ച് ഹെൽത്ത് ഇൻസ്പെക്ടർ റിപ്പോർട്ട് ചെയ്തത് 29-ന് വൈകിട്ട് 6:05-നാണ്. അപകടം നടന്ന സമയവും ഫയൽ അംഗീകരിച്ച സമയവും തമ്മിൽ മിനിറ്റുകളുടെ വ്യത്യാസം മാത്രമാണുള്ളത്. ദുരൂഹതകൾ ഉളവാക്കുന്നതാണ് PPR അപേക്ഷയിൽ കോർപ്പറേഷൻ എടുത്ത നടപടികൾ. അപകടം സംഭവിച്ചതിന് ശേഷവും ഇതൊന്നും പരാമർശിക്കപ്പെടാതെ PPR ആവശ്യമില്ലെന്ന് തന്നെ രേഖപ്പെടുത്തുകയായിരുന്നു. കൊച്ചി കോർപ്പറേഷൻ മേയർക്കുൾപ്പെടെ ഇത് സംബന്ധിച്ച് വ്യക്തമായ മറുപടിയില്ല. ജനം, കൊച്ചി.